ഇനി അടുത്ത നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പുതിയൊരു ആക്ടിവിറ്റിയാണ് എ പിക്ചർ സ്പീക്സ് 1,000 വേർഡ്സ്. എ പിക്ചർ ഈസ് വർത്ത് 1,000 വേർഡ്സ് എന്നാണ്. അത് നമ്മുടെ ഒരു ടേമിലേക്ക് മാറ്റിയപ്പോൾ എ പിക്ചർ സ്പീക്സ് 1,000 വേർഡ്സ് എന്നാണ്. നമ്മൾ പലതരം സിറ്റുവേഷനുകളിലൂടെ കടന്നു പോവുകയാണ്. നമ്മളൊരു പ്രത്യേക സ്ഥലം കാണുമ്പോൾ, പ്രത്യേക രീതിയിലുള്ള സംഗതികൾ സിറ്റുവേഷനൊക്കെ അപ്പോൾ നമ്മൾ അപകടങ്ങൾ കാണുമ്പോൾ, എന്തെങ്കിലും സിറ്റുവേഷനെ കാണുമ്പോൾ ആ കണ്ട സംഗതി നമ്മൾ വേറൊരാളോട് എങ്ങനെയാണ് വിളിച്ച് പറയാം. ഫോണിൽ വിളിച്ച് പറയുകയാണെങ്കിലും വീട്ടിലെത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും എങ്ങനെയാണോ പറയുക ആ രീതിയിലാണ് ഇത് പറയേണ്ടത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഫോണിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾക്ക്, സിറ്റുവേഷൻ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും നോക്കാം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടാണ്, സിറ്റുവേഷൻ അല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ നമ്മൾ ഇന്ന് പഠിക്കണുള്ളൂ. ഒരു പിക്ചർ കാണുക, ആ പിക്ചർ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. എ പിക്ചർ സ്പീക്സ് 1,000 വേർഡ്സ്. നമുക്ക് വരാം. ഇതിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4 ഘട്ടങ്ങളിലൂടെയാണ് സംസാരിക്കേണ്ടത്. ഒന്നാമതായിട്ട് ആ ഏത് തരം പിക്ചർ, ചില ഫോട്ടോകൾ, ചിലത് വെറും ഫോട്ടോഗ്രാഫിയാണ്, ജസ്റ്റ് ഫോട്ടോ, നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് പിക്ചർ എന്നാണ്. അപ്പോൾ ഏത് തരം ഫോട്ടോ ആണ്, ഇതൊരു കാർട്ടൂൺ ആണോ, ഇതൊരു മീനിങ് പിക്ചർ ആണോ, അതൊരു ഡ്രോയിങ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേറെ പെക്യുലാരിറ്റികളുള്ള പിക്ചർ ആണോ, ഒരു കളർ ഫോട്ടോ ആണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, അങ്ങനെ നിങ്ങൾക്ക് ആ പിക്ചറിനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റും. എവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്, ഏകദേശം ഇത് ആഫ്രിക്കയിലുള്ളതാണ്, ഏഷ്യയിൽ നിന്നുള്ളതാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചേർത്തുകൊണ്ട് പറയാം. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് വാട്ട് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ. പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്, ആളുകളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും there is, അല്ലെങ്കിൽ ഐ ക്യാൻ സീ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ സീ എ മാൻ, ഐ ക്യാൻ സീ 2 people, ഐ ക്യാൻ സീ എ goat, ഐ ക്യാൻ സീ എ dog, ഐ ക്യാൻ there is, there is a car in the picture. അങ്ങനെ പറഞ്ഞിട്ടാണ് പറയേണ്ടത്. ഓക്കെ, ഒന്ന് എന്ത് തരം പിക്ചറാണെന്ന് പറയാം. രണ്ടാമതായിട്ട് എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ ആളുകൾ, ഏതൊക്കെ ആളുകൾ ഇതിനകത്തുണ്ട് എന്ന് പറയാം. മൂന്നാമതായിട്ട് പറയേണ്ടത് അവരെന്ത് ചെയ്യുന്നു. ഇപ്പൊ ഇതിനകത്തെല്ലാം ആളുകൾ ഉണ്ടാവും, ഈ ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയണം. നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലായ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇത് ഓപ്പൺ സ്പീച്ചാണ്. ഇത് പിന്നെ ഗൈഡഡ് സ്പീച്ച് അല്ല, ഫ്രീ സ്പീച്ചാണ്. ഫ്രീ സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാനുള്ളതാണ്. നമ്മൾ നേരത്തെ പ്രൊഫൈലിൽ പറഞ്ഞതുപോലെയല്ല, ഇഷ്ടമുള്ളതുപോലെ. ഈ ഒരു ഘട്ടം ഒന്ന് കീപ്പ് ചെയ്താൽ മതി. എന്താ 4 ഘട്ടം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് പിക്ചർ, ഏത് തരം പിക്ചറാണ്. രണ്ടാമത് ആ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്. മൂന്നാമതായിട്ട് ആ പിക്ചറിലുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാം. എന്നിട്ട് നാലാമതായിട്ട് വാട്ട് ഈസ് യുവർ കമന്റ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഒരു പ്രത്യേക സിറ്റുവേഷൻ ആണ് പിക്ചറിൽ ഉണ്ടാവുക. ആ പിക്ചറിനെ കുറിച്ച്, ആ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ പിക്ചറിലേക്ക് പോകാം. ഈ പിക്ചർ ഒന്ന് കാണുക, നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് 1 മിനിറ്റെങ്കിലും, ചുരുങ്ങിയത് 1 മിനിറ്റെങ്കിലും സംസാരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഫോൺ ചെയ്തും പറയാം, പിന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യാം. വാട്സപ്പിൽ ജസ്റ്റ് വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് പിക്ചറിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരാൾ ഒരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റൂം നോക്കുക. റൂമിൻ്റെ ഒരു ഭാഗത്ത് ഓരോ സാധനങ്ങളുണ്ട്, നിലത്ത് ഓരോ സാധനങ്ങളുണ്ട്, സോഫയിൽ സാധനങ്ങളുണ്ട്, അല്ലേ? പല സ്ഥലത്ത് ഒരു പിക്ചർ ആ ഒരു സ്ക്രീൻ, ആ ഒരു സ്ക്വയർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട. ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്, ഒരു കപ്പും ഒക്കെ വെച്ചിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണത്. അതല്ലാതെ നമ്മൾ വെച്ച് ആ പിക്ചറിലേക്ക് ഒന്ന് നോക്കാൻ പറ്റും. ആ പിക്ചറിൽ ഒരാൾ പിന്നെ സ്കൾ ക്യാപ്പ് വെച്ചിട്ട്, അല്ലേ, ക്യാപ്പ് വെച്ചിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. പിന്നെ നിലത്തൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഷൂ ഉണ്ട്, 2 ബ്രീഫ് കേസുകളുണ്ട്. ഒന്ന് തുറന്നു വെച്ചിരിക്കുന്നു, ഒന്ന് നേരെ വെച്ചിരിക്കുന്നു. പിന്നെ സോഫയിൽ ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഈ ബ്രീഫ് കേസിലുള്ള ഡ്രസ്സുകൾ മടക്കിയിട്ടാണുള്ളത്. ചിലത് അവിടെ ഇവിടെയും ചെതറി കിടക്കുന്നുണ്ട്. അങ്ങ് കോർണറിലൊരു നെരിപ്പോടുണ്ട്, ഫയർ പ്ലേസ് ഉണ്ട്. അവിടെ ഒരു കോർണറിൽ വേറെ ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു കർട്ടൻ ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്, there is, there are വെച്ച് പറയാം. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, this is a photography. I can see a man in the picture, and there are 2 briefcases in the picture. There is a pair of shoes in the picture. There are so many clothes in the picture. Some clothes are there in the briefcase. There are 2 briefcases, and there is one plant in the corner of the room. There is a fireplace. There is a sofa. Okay, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു, എന്തൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഇയാൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിയാണല്ലോ. There is a man sitting. There is a man
in the picture, he is sitting on a sofa. He is working on his laptop. He is working on his laptop. And he is wearing a skull cap. He is wearing a skull cap. അല്ലേ? അപ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ പിക്ചറിനെ കുറിച്ച് എന്താ അഭിപ്രായമുള്ളത്? I think this room is very dirty. I think this man is not clean and tidy. He doesn't keep his things neatly. And he is working. I think he is working hard. Maybe he is busy with his project or some work in the office. That's why he doesn't care about the surroundings. Okay? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. ഇതാണ് എ പിക്ചർ സ്പീക്സ് 1000 words. എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി സംസാരിക്കുക. സംസാരിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടത്. ഓക്കെ?